ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. മൊമെൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ അല്ല ഈ സ്റ്റോക്കുകളെ പരിചയപ്പെടുന്നത്, മറിച്ച് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്ന സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ളതും വളരെ കുറച്ച് ഫ്ലക്ച്വേഷൻ വരുന്നതുമായ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്കുകൾ ഹയർ സൈഡിലേക്ക് നീങ്ങുമ്പോൾ, അതായത് 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് നീങ്ങുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ആ ട്രേഡേഴ്സിന് പ്രയോജനപ്പെടുത്തക്ക രീതിയിലാണ് ഈ വീഡിയോയിലെ സ്റ്റോക്കുകളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സി എൻജിൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. സി എൻജിൻ 884 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 35,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 73, 52 വീക്ക് ഹൈ 960, സ്റ്റോക്ക് 884 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സി എൻജിൻ എന്ന കമ്പനി ബയോകോൺ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായിട്ടാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അതിനുശേഷം ഗ്രാജ്വലി ബയോകോൺ സി എൻജിൻ്റെ ഷെയറുകൾ കൃത്യമായ ഇടവേളകളിൽ ഓഫ്ലോഡ് ചെയ്തു. റീസെൻ്റ്ലിയും ബയോകോൺ സി എൻജിൻ്റെ 2% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തിരുന്നു. സി എൻജിൻ കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻ കാറ്റഗറിയിൽപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ്. കൂടാതെ കമ്പനി CDMO ബിസിനസ്സിൽ, അതായത് കോൺട്രാക്ട് റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പ്രോഫിറ്റിലും റവന്യൂവിലും ഇടിവ് വന്നു. പ്രോഫിറ്റ് 2% ഇടിഞ്ഞ് 910 കോടിയിൽ നിന്നും 891 കോടിയിൽ റവന്യൂ 910 കോടിയിൽ നിന്നും 891 കോടിയിലേക്ക് ഇടിയുകയും പ്രോഫിറ്റ് 8% ഇടിഞ്ഞ് 116 കോടിയിൽ നിന്നും 106 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. ഹാഫ് ഇയറിലെ പെർഫോമൻസ് നോക്കിയാലും 1711 കോടിയിൽ നിന്നും 1680 കോടിയിലേക്ക് റവന്യൂ ഇടിഞ്ഞിരുന്നു. കെമിക്കൽസിൻ്റെ ഇൻപുട്ട് കോസ്റ്റ് ഉയർന്നതും എംപ്ലോയീസ് ബെനിഫിറ്റ് ഉയർത്തിയത് മൂലമുണ്ടായ എക്സ്പെൻസിൻ്റെയും പശ്ചാത്തലത്തിലാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സി എൻജിൻ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതേസമയം ഫണ്ടമെൻ്റൽസ് ഓക്കെയാണ്. ROE 13%, ROCE 14%-അടുത്തും 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 17%, പ്രോഫിറ്റ് ഗ്രോത്ത് 11%, ROE 13%-അടുത്ത്. കടബാധ്യത വളരെ കുറവാണ്. കൂടാതെ 94% സ്റ്റേക്കുകളും സ്ട്രോങ് ഹാൻഡിലാണ്. പ്രൊമോട്ടേഴ്സിന് 54%, FISന് 20%, DASന് 17.4% സ്റ്റേക്ക് ഹോൾഡിംഗ്. റീസെൻ്റ്ലി നടന്ന ബ്ലോക്ക് ഡീലിൽ പ്രൊമോട്ടേഴ്സ് സെൽ ചെയ്ത സ്റ്റോക്കുകളും DASൻ്റെ കയ്യിലാണ് എത്തിയിരിക്കുന്നത്. സി എൻജിൻ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 850 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ. 850-അടുത്ത് സ്റ്റോക്ക് വരുമ്പോഴെല്ലാം അവിടെ മികച്ച ബൈയിങ് എമർജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റോക്ക് 881-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 900 എന്ന ലെവൽ മറികടന്നാൽ 950 എന്ന ലെവലിൽ എത്തിയതിനു ശേഷം ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയും സി എൻജിൻ എന്ന സ്റ്റോക്കിനുണ്ട്. 840-ൻ്റെയോ അല്ലെങ്കിൽ 850-ൻ്റെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തേത് ഏഷ്യൻ പെയിൻറ്റ്. 52 വീക്ക് ലോയിൽ ലഭിക്കുന്ന ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും മാർക്കറ്റ് ലീഡറുമായ ഒരു സ്റ്റോക്കാണ്. 2392-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ലോ 2385, 2.29 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 50, ഡിവിഡൻഡ് ഈൽഡ് 1.35. റീസെൻ്റ്ലി LICയും ഏഷ്യൻ പെയിൻറ്റിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 5%-ൽ നിന്നും 7%-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ പ്രമുഖ വെറ്ററൻ ഇൻവെസ്റ്ററായ രാംഡിയോ അഗർവാൾ പറയുന്നതും ഏഷ്യൻ പെയിൻറ്റ് ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഡീസൻറ്റ് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനിയിൽ വന്ന് അല്ലെങ്കിൽ പെയിൻറ്റ് സെക്ടറിൽ എമർജ് ചെയ്ത കോമ്പറ്റീഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 32%-ഓളം സ്റ്റോക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. പ്രത്യേകിച്ചും ബിർള ഗ്രൂപ്പ് പെയിൻറ്റ് സെക്ടറിലേക്ക് എൻട്രി ചെയ്തതും ബിർള ഓപ്പസ് ബ്രാൻഡ് ഏകദേശം 4300 സിറ്റികളിൽ അവരുടെ പ്രസൻസ് വർദ്ധിപ്പിച്ചതും വരും വർഷങ്ങളിൽ 6000 ടൗണുകളിലേക്ക് പ്രസൻസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതും പെയിൻറ്റ് സെക്ടറിൽ വന്നിരിക്കുന്ന കടുത്ത കോമ്പറ്റീഷനുമാണ് ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം. പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് അണ്ടർ പെർഫോം, ന്യൂട്രൽ, കോഷ്യസ് അപ്രോച്ച് കോഷ്യസ് ഔട്ട്ലുക്ക് തുടങ്ങിയ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. കമ്പനിയുടെ ബിസിനസ്സിൽ ഇതുവരെയും സ്ട്രക്ചറൽ ഡിക്ലൈൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽസിലും മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഏഷ്യൻ പെയിൻറ്റിനെ നമ്മൾക്ക് പരിഗണിക്കാം. 2250 പ്രധാന സപ്പോർട്ട്. 2000-നടുത്ത് ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. മൂന്നാമത്തേത് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് 6935-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 4.29 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 27, 52 വീക്കിലോ 6187, 52 വീക്ക് ഹൈ 7830.
ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കും കഴിഞ്ഞ ഒരു വർഷമായി 5% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം സ്റ്റോക്കിനെ സപ്പോർട്ട് പ്രൈസിൽ വാങ്ങുകയും റെസിസ്റ്റൻസ് പ്രൈസിൽ വിൽക്കുകയും ചെയ്യുന്നവർക്ക് മികച്ച റിട്ടേൺ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. കമ്പനി പുറത്തുവിട്ട ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം 2029 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കസ്റ്റമർ ഫ്രാഞ്ചൈസി 190 മുതൽ 210 മില്യണിലേക്ക് ഉയർന്നേക്കാം. കൂടാതെ ROE 20 മുതൽ 22% മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 6500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 7000-അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 7000 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ 7500, 8000 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്